തിരുവനന്തപുരത്തില്ല ശശി തരൂർ വീണ്ടും ഒരിക്കൽ കൂടി വിശ്വപൗരൻ തിരുവനന്തപുരത്ത് നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നു. ശശി തരൂർ 10,000 വോട്ടിൽ താഴെ മാത്രമുള്ള അടിച്ച് കയറി വരികയാണ് ശശി തരൂർ. പ്രശാന്ത് ഉണ്ടോ? അഭിലാഷ് 235 ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് ലഭിക്കുമ്പോഴുള്ള ലീഡ്. പക്ഷേ അത് 11,000 കടന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഔദ്യോഗികമായി ആ ലീഡ് നില കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഏറ്റവും ഇപ്പോൾ നമുക്ക് ആധികാരികമായി പറയാൻ സാധിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് ഏകദേശം വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 10,000 താഴെ വോട്ട് മാത്രമേ ഇനി എണ്ണാൻ ഉള്ളൂ. അതായത് കോവളം, പാറശാല, നെയ്യാറ്റിങ്കര ഭാഗത്തുള്ള അവസാന റൗണ്ടുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. അതായത് തരൂരിന്റെ ലീഡ് 20,000 കടന്ന് ഏപ്രിലേക്ക് എത്തും എന്നത് ചിന്തിച്ചാൽ മതി. BJP പരാജയം ഏകദേശം സമ്മതിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇനി അവർക്ക് പുതുതായി വോട്ടുകൾ കൂട്ടിച്ചേർക്കാനോ ലീഡിലേക്ക് എത്താനോ ഉള്ള സാധ്യതകളോ വോട്ട് നിലകളോ ഒരിടത്തും ഇല്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. അപ്പൊ ഇനി കൗണ്ടിംഗ് സെന്ററിൽ നിന്നാണ് പറയുന്നത്. കൃത്യമായ വിവരമാണ്. അവിടെ ഉണ്ടല്ലോ BJP നേതാക്കളും പ്രവർത്തകരും ഏജന്റുമാരും ഒക്കെ. അവർ സമ്മതിച്ചു. 1292 നിന്ന് 2131 മാറുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ആയുധം നിറച്ചുവെച്ച സ്ഥലമാണ് അഞ്ചുതെങ്ങ് കോട്ട. അതുപോലെ ഈ യുദ്ധത്തിൽ ബിജോയ് ഇനിയും ആയുധങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോ അറിയാം. ഇപ്പോ 2131. അപ്പോ ഇനി എല്ലാ കണ്ണുകളും മാറ്റിങ്ങളിലേക്കാണ്. അതിനിടയ്ക്ക് ഞാനൊരു കണക്ക് പറയാം. മട്ടന്നൂരിലെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിരുന്നു. അവിടെ കണ്ണൂർ മണ്ഡലത്തിൽ ആ സെഗ്മെന്റിൽ ആകെ കിട്ടിയ വോട്ടെടുക്കുമ്പോൾ 3088 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ LDFിനുള്ളത്. 60,000 നിന്ന് 3000 കുറവ്. 57,000 അവിടെ ഷിഫ്റ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ചുവരെഴുത്ത് വളരെ വ്യക്തമാണ്. അത് ചെറിയൊരു ഷിഫ്റ്റ് അല്ല അഭിലാഷ, വമ്പൻ ഷിഫ്റ്റാണ്. 57,000 വോട്ടിന്റെ കുറവ് 2 വർഷത്തിനിപ്പറേ അല്ലെങ്കിൽ 3 വർഷത്തിനിപ്പറേ 57,000 വോട്ടിന്റെ കുറവ് എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒരു കുറവാണ്. 57,000 വോട്ട്സ് നഷ്ടപ്പെടുകയാണ് CPM-ന് മട്ടന്നൂരിൽ. വേറൊരു കാര്യം, നമ്മൾ നേരത്തെ ഈ വോട്ടെണ്ണൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിൽ പോയ കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ ഏതാണ്ട് അവസാനം കിട്ടിയ കണക്കനുസരിച്ച് 1,43,385 വോട്ടിന് മാത്രമേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അജയ് റായിയേക്കാൾ മുന്നിലുള്ളൂ. ലക്ഷം പിന്നാലെ. ആ ലക്ഷമൊക്കെ എങ്ങോട്ട് പോയി? അതുപോലെ കിഷോരിലാൽ അമേഠിയിൽ 91,578 വോട്ടിനാണ് മുന്നിൽ നിൽക്കുന്നത്.